മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. സൂപ്പർ നായിക എന്ന വിശേഷണം സ്വന്തമാക്കി വെള്ളിത്തിരയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് മഞ്ജു പ്രണയത്തിലകപ്പെട്ടത്. പിന്നീട് നടൻ ദിലീപുമായി നടന്ന വിവാഹമോചനവും സിനിമയിലേക്കുള്ള നടിയുടെ തിരിച്ചുവരവുമൊക്കെ മലയാളികൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി മഞ്ജു വാര്യരുടെ 2 കാലഘട്ടത്തെക്കുറിച്ചുള്ള സംസാരമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത്. 2025 എത്തി നിൽക്കുമ്പോൾ 10 വർഷം മുൻപ് എങ്ങനെയായിരുന്നു എന്ന ട്രെൻഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2015 നടിയുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തം 10 വർഷത്തിനുമിപ്പുറം മഞ്ജുവിന് സംഭവിച്ച മാറ്റവുമാണ് ആരാധകരിൽ ചിലർ പടച്ചുവിട്ട വീഡിയോകളിലുള്ളത്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവായ ദിലീപുമായുള്ള ബന്ധം നിയമപരമായി അവസാനിപ്പിച്ച് കോടതിക്കുള്ളിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോരുകയായിരുന്നു മഞ്ജു വാര്യർ. മാധ്യമങ്ങൾക്ക് ചുറ്റും കൂടിയപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാതെ നടി വിതുമ്പുന്നത് വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമായി കാണാം. പക്ഷേ ദിലീപ് വളരെ കൂളായിട്ടാണ് നടന്നു പോകുന്നത്. വിവാഹമോചനത്തിന് ശേഷമാണ് മഞ്ജു വീണ്ടും സിനിമയിൽ നായികയെ തിളങ്ങിയത്. വൈകാതെ ലേഡി സൂപ്പർ സ്റ്റാർ പട്ടവും ലഭിച്ചു. കുറഞ്ഞ കാലം കൊണ്ട് മലയാളികൾ മഞ്ജു വാര്യരെ ഏറ്റെടുത്തുവെന്ന് വേണമെങ്കിൽ പറയാം. അന്ന് നാടൻ വീട്ടമ്മയെ പോലെ ജീവിച്ചിരുന്ന നടി ഇന്ന് സ്റ്റൈലിഷ് ലുക്കിലേക്ക് മാറി. മകൾ മീനാക്ഷിക്ക് പോലും അമ്മയുടെ സൗന്ദര്യത്തിന് മുന്നിൽ ഏറ്റുമുട്ടേണ്ട അവസ്ഥയാണ്. അത്രത്തോളം മാറ്റമാണ് നടി ജീവിതത്തിൽ കൊണ്ടുവന്നത്. ഇതിനൊപ്പം മഞ്ജു വാര്യരുടെ ജീവിതത്തെയും അതിജീവനത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞെഴുതിയ ഒരു കുറിപ്പ് മഞ്ജു വസന്തം എന്ന ഫാൻസ് ഗ്രൂപ്പിലൂടെ പ്രചരിക്കുകയാണ്. ചരിത്രം ഒരിക്കലും കണക്ക് ചോദിക്കാതെ കടന്നുപോയിട്ടില്ല എന്നത് ഒരു വലിയ സത്യമാണ്. സ്നേഹത്തിന്റെ പേരിൽ കൈപിടിച്ചവനെ വിശ്വസിച്ച് കലാജീവിതം ഉപേക്ഷിച്ച് അവന്റെ ഭാര്യയെ ജീവിക്കാൻ തീരുമാനിച്ച് ഇറങ്ങിയൊരു പെണ്ണ്. ഭർത്താവിന്റെ കുടുംബത്തിനു വേണ്ടി കൈയടിക്കുകയും അവാർഡുകളുടെയും ലോകത്തു നിന്ന് അടുക്കളയിലേക്ക് അരങ്ങേറിയവൾ. സ്നേഹിച്ചവരിൽ നിന്നും ലഭിച്ച കൺമണിയെ പൊന്നുപോലെ വളർത്തി വലുതാക്കിയവൾ. തനിക്ക് നഷ്ടമായത് തന്റെ മകളിലൂടെ നേടണമെന്ന് സ്വപ്നം കണ്ടവൾ. അതിനായി ഊണിലും ഉറക്കത്തിലും മകൾക്ക് താങ്ങായി നടന്നവൾ. വലിയൊരു ചതി നടക്കണമെന്ന് ലോകം മുഴുവൻ അറിഞ്ഞിട്ടും ഭർത്താവിനെ അവിശ്വസിക്കാതിരുന്നവൾ. ഭർത്താവിന്റെ ഫോണിലേക്ക് കാമുകിയുടെ സന്ദേശങ്ങൾ വരുന്നത് കണ്ട് ചേമ്പിലത്താളിലെ വെള്ളം ഊർന്നു പോകുന്നത് പോലെ അത്രയും കാലം തന്റെ സമ്പാദ്യമെന്ന് കരുതി ജീവിച്ച ജീവിതം കൈനിന്ന് ഒഴുകിപ്പോകുന്നത് മരവിപ്പോടെ കണ്ടു നിന്നവൾ. എൻ്റെ ജീവിതം, എൻ്റെ ഭർത്താവ്, എൻ്റെ കുടുംബം എനിക്ക് തിരികെ വേണമെന്ന് കരഞ്ഞ് യാചിച്ചവൾ. അവസാനം തനിക്ക് നേരെ വച്ചു നീട്ടുന്ന ജീവിതം മറ്റൊരുത്തിയുടെ ഔദാര്യമെന്ന് തിരിച്ചറിഞ്ഞ് താലി ഊരിവെച്ച് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി ഇറങ്ങിപ്പോന്നവൾ. വട്ടപൂജ്യത്തിൽ നിന്നും ജീവിതം തിരികെ പിടിക്കാൻ ഇറങ്ങുമ്പോൾ സമ്പന്നതയിൽ നിന്ന് ഒന്നുമില്ലായ്മയിലേക്ക് തന്റെ മകളെ കൂടി വലിച്ചിടരുതെന്ന് ആഗ്രഹിച്ചവൾ. വേർപിരിയലിന് കാരണം തിരക്കിയവരെ മൗനം കൊണ്ട് നേരിട്ടവൾ. തന്റെ മകളുടെ അച്ഛൻ ഒരിടത്തും അപമാനിക്കപ്പെടരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചവൾ. ഒരിടത്ത് പോലും അയാളെക്കുറിച്ചൊരു മോശം വാക്ക് നാവിൽ നിന്ന് അറിയാതെ പോലും വീഴാതിരിക്കാൻ ശ്രദ്ധിച്ചവൾ. തന്റെ കഴിവുകളിലുള്ള ആത്മവിശ്വാസം കൊണ്ട് മാത്രം ജീവിതത്തോട് പൊരുതിയവൾ. ഒരു സ്ത്രീ ചവിട്ടാവുന്ന കനലുകളെല്ലാം ചവിട്ടിക്കയറി പൊരുതി നേടിയവൾ. സഹപ്രവർത്തകയ്ക്കുണ്ടായ ആക്രമണത്തിൽ കോടതി മുറിയിൽ കഴിഞ്ഞുപോയ തന്റെ ദാമ്പത്യ ജീവിതത്തെ അപകീർത്തിപ്പെടുത്താൻ ആവുന്നത്ര ശ്രമിച്ച വക്കീലന്മാരുടെ മുന്നിൽ സമനില നഷ്ടപ്പെടാതെ പിടിച്ചു നിന്നവൾ. ആരോപണങ്ങൾ അമ്പുകളായി കോടതി മുറിയിൽ നെഞ്ചും കൂട്ടിനെ തകർത്തിട്ടും സഹപ്രവർത്തകയ്ക്ക് വേണ്ടി തനിക്കറിയാവുന്ന സത്യങ്ങൾ തുറന്നു പറഞ്ഞ് അഭിമാനമായവൾ. 5 വർഷക്കാലം ഒരു കോൾ കൊണ്ടുപോലും മകളുടെ സാമീപ്യം നിഷേധിക്കപ്പെട്ട തന്റെ മുന്നിൽ കോടതിയിലെ വിചാരണയുടെ തലേദിവസം മാത്രം അച്ഛനെതിരെ മൊഴി കൊടുക്കരുതെന്ന ആവശ്യവുമായി വന്ന മകളുടെ മുന്നിൽ പതറാതെ നിന്നവൾ. ഇന്നത്തെ സ്ത്രീകൾക്ക് പ്രചോദനവും രോമാഞ്ചവുമായി ഉയർന്നു പറക്കുന്നവൾ. അവളെയാണ് മദ്യപാനിയും അവിഹിത ബന്ധക്കാരിയും മകളെ നോക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന സ്ത്രീയുമായി ഈ കാലം അത്രയും അപമാനിക്കാൻ ശ്രമിച്ചത്. അവൾക്ക് കാലം കാത്തുവെച്ച നീതിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ജീർണിച്ച കഥകൾ. നുണകളുടെ എത്ര വലിയ ചില്ലുകൊട്ടാരം പണിതാലും അത് ഒരു നാൾ തകർന്നു വീഴുക തന്നെ ചെയ്യും. കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോയിട്ടില്ല എന്നത് പ്രപഞ്ച സത്യം. ഇനിയും ഉയർന്നു പറക്കുക പ്രിയപ്പെട്ടവളെ, കാലം നിന്നെ ഇവിടെ അടയാളപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്. മഞ്ജു വാര്യർ ആദ്യമായി നായികയെ അഭിനയിച്ച സല്ലാപം എന്ന സിനിമയിലെ നായകൻ ദിലീപായിരുന്നു. അന്ന് തുടങ്ങിയ അടുപ്പ് പിന്നീട് പ്രണയത്തിലെത്തി. വിവാഹത്തിലൂടെ ഒന്നിക്കണമെന്ന് തീരുമാനിച്ച ഇരുവരും 1998 വിവാഹിതരാകുന്നത്. 2 വർഷം കഴിഞ്ഞ് 2000 ഇരുവർക്കും മകൾ മീനാക്ഷി ജനിച്ചത്. മകളുടെ വരവോടുകൂടി പൂർണ്ണമായിട്ടും സിനിമ വീക്ഷിക്കാൻ മഞ്ജു തീരുമാനിച്ചു. അങ്ങനെ 14 വർഷത്തോളം മുഴുവനുമായിട്ടും കുടുംബജീവിതം നയിച്ചു. ഈ കാലയളവിൽ നർത്തകിയായിരുന്നിട്ട് പോലും ഡാൻസ് കളിക്കാനോ അഭിനയിക്കാനോ ഒന്നും മഞ്ജു ശ്രമിച്ചിട്ടില്ല. പിന്നീടാണ് ദിലീപുമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. നടന്റെ പേരിലുണ്ടായ പല പ്രശ്നങ്ങളും ഇവരുടെ കുടുംബത്തെ വല്ലാതെ ബാധിച്ചു. ഒടുവിൽ വിവാഹമോചനമെന്ന തീരുമാനത്തിലേക്ക് മഞ്ജു എത്തുകയായിരുന്നു. അങ്ങനെ 2014 താരദമ്പതികൾ നിയമപരമായി വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്യുന്നത്.
തൊട്ടടുത്ത വർഷം ഔദ്യോഗികമായ വേർപിരിയലും സംഭവിച്ചു. അച്ഛനും അമ്മയും വേർപിരിയുമ്പോൾ മകൾ ആരുടെ കൂടെ പോകണമെന്ന ചോദ്യത്തിന് മീനാക്ഷി അച്ഛൻ്റെ പേരാണ് പറഞ്ഞത്. അങ്ങനെ അന്നു മുതൽ ദിലീപിന്റെ സംരക്ഷണയിലാണ് മകൾ മീനൂട്ടി വളർന്നത്. ചില അത്യാവശ്യ സാഹചര്യങ്ങളിൽ മഞ്ജു മകളും തമ്മിൽ കാണാറുണ്ടെങ്കിലും പരസ്യമായ കൂടിച്ചേരലുകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിനുശേഷമാണ് മഞ്ജു വാര്യർ സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തുന്നത്. കുഞ്ചാക്കോ ബോബന്റെ നായികയായി ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെയായിരുന്നു മഞ്ജുവിന്റെ റീ എൻട്രി. സ്വന്തം ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള സിനിമ വലിയ വിജയമായി. മഞ്ജുവിന്റെ കരിയറിനും അത് ഗുണം ചെയ്തു. പിന്നാലെ കൈനിറയെ സിനിമകളാണ് നടിയെ തേടിയെത്തിയത്. എല്ലാം ഒന്നിനൊന്ന് ഹിറ്റായി തുടങ്ങിയതോടെ പണ്ട് കിട്ടിയിരുന്നതിനേക്കാളും പിന്തുണയും സ്നേഹമൊക്കെ മഞ്ജുവിന് ലഭിച്ചു. ഇന്ന് മലയാളത്തിന് പുറമെ തമിഴിലടക്കം മറ്റു ഭാഷകളും സജീവമാണ് മഞ്ജു വാര്യർ. കലാതിലകമായ സ്കൂൾ കാലഘട്ടത്തിലെ മലയാളികളുടെ മനസ്സിൽ കയറിയ മഞ്ജു വാര്യർ ആ വഴിയിലൂടെയാണ് സിനിമയിലേക്ക് എത്തിയത്. തുടക്കത്തിൽ തന്നെ നായികാവേശം അവതരിപ്പിച്ച് പ്രേക്ഷക പ്രശംസ നേടി. പിന്നീട് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചാണ് മഞ്ജു ആരാധകരെ ഞെട്ടിച്ചത്. കണ്ണെഴുതി പൊട്ടും തൊട്ട്, കന്മദം തുടങ്ങിയ സിനിമകളിലെ പ്രകടനം മഞ്ജു വാര്യർ എന്ന നായിക നടിയുടെ കരിയറിനെ ഉയരങ്ങളിൽ എത്തിക്കുകയായിരുന്നു. രണ്ടാം വരവിൽ നടി വീണ്ടും ഞെട്ടിച്ചു. അന്നും ഇന്നും ആരാധകർ ഏറെയുള്ള താരം തന്നെയാണ് മഞ്ജു വാര്യർ. 14 വർഷം മലയാള സിനിമയിൽ നിന്ന് വിട്ടുനിന്ന ശേഷം മഞ്ജു തിരിച്ചു വന്നപ്പോൾ സിനിമാ ലോകം കൈയടിച്ചാണ് മഞ്ജുവിനെ സ്വീകരിച്ചത്. ഇന്ന് മലയാളത്തിലും തമിഴിലും തിരക്കുള്ള നായികയാണ് ഈ മഞ്ജു വാര്യർ. മഞ്ജു വാര്യരുടെ തിരിച്ചുവരവിനെ അത്ഭുതത്തോടെ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.